10ാം ക്ലാസ് പ്ലസ് ടു പരീക്ഷാഫലങ്ങളൊക്കെ വന്നു. അതിൻ്റെയൊക്കെ ചൂടിലാണ് കുട്ടികളും മാതാപിതാക്കളും ഒക്കെ. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒരു കൊച്ചുമിടുക്കിയാണ്. 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ 600-ൽ 599 മാർക്ക് കരസ്ഥമാക്കിയ കവടിയാർ ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂളിലെ ഋതികയാണ് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ സ്വാഗതം, അഭിനന്ദനങ്ങൾ നേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വിജയം? വളരെ സന്തോഷം. ഒരിക്കലും ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും വീട്ടിലെ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും സന്തോഷം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ? പ്രിപ്പറേഷൻസിന് എനിക്ക് തോന്നുന്നു ഏറ്റവും സഹായിച്ചത് മോഡൽ എക്സാംസ് ആണ്. ഞങ്ങളുടെ സ്കൂളിൽ 2 മോഡൽ എക്സാം ഉണ്ടായിരുന്നു. ആദ്യത്തെ മോഡലിന് തന്നെ നമ്മളെല്ലാവരും ഒരുവിധം എല്ലാം പഠിക്കുകയുണ്ടായി. രണ്ടാമത്തെ മോഡലായപ്പോൾ എല്ലാ വിഷയങ്ങളും കുറച്ചുകൂടെ തറവാകുകയും ചെയ്തു. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് അവർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ മോട്ടിവേഷനും അവരുടെ ഗൈഡൻസും പിന്നെ എല്ലാം അവരാണ് ഞങ്ങളുടെ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് നമ്മുടെ സപ്പോർട്ടിങ് ഫാക്ടർ. സോ അവരില്ലാതെ ഇതൊന്നും സാധ്യമല്ല. പിന്നെ എൻ്റെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ഒപ്പം എല്ലാത്തിനും നിന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ ഫാദർ എല്ലാം നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു വളരെ നല്ല അന്തരീക്ഷമാണ് അദ്ദേഹം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത്. എല്ലാം കൊണ്ടും എൻ്റെ ഈ വിജയത്തിൽ എല്ലാവർക്കും, എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും അതിൻ്റേതായ പങ്ക് വഹിക്കുന്നുണ്ട്. അഭിനന്ദനമൊക്കെ അറിയിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തിയിരുന്നോ? അതെ, എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളായ റെവറൻഡ് ഫാദർ സേവ്യർ അമ്പാദ് CMIയും എൻ്റെ ക്ലാസ് ടീച്ചറായ സജിത ടീച്ചറും എൻ്റെ മാത്സ് ടീച്ചറായ ഷൈനി ടീച്ചറും വീട്ടിൽ വന്നിരുന്നു. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്? അടുത്തത് ഏതിലോട്ട് തിരിയാനാണ് താല്പര്യം? ഞാൻ ബയോമാത്സ് സ്ട്രീമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എൻ്റെ സ്റ്റഡീസ് സർവോദയ വിദ്യാലയ CBSE നാലാഞ്ചിറയിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അച്ഛനമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? എൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. അപ്പോൾ അതിലോട്ട് തിരിയാനുള്ളൊരു അതെ, ഞാൻ നീറ്റ് എഴുതാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ സിംഗിൾ ചൈൽഡാണ്. അപ്പോൾ ഇനി ഏത് സ്കൂളിലോ ഏത് കോളേജിലാണ് ഇനി അടുത്ത് ജോയിൻ ചെയ്യാൻ? ഇപ്പം ഇനി അഡ്മിഷൻ എടുത്തേക്കുന്നത് സർവോദയയിലാണ്. ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങും അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നീറ്റ് എഴുതിയിട്ട് റാങ്ക് അനുസരിച്ച് എവിടെ കിട്ടുന്നോ നല്ലത് കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടുകയാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ അച്ഛനമ്മയും ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണോ അതിലോട്ടൊരു താല്പര്യം വന്നത്? അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ മോക്ക്? അങ്ങനെയല്ല, നമ്മളിപ്പോൾ വീട്ടിൽ എപ്പോഴും സംസാരിക്കുന്നതും ഞാൻ ചെറുതിലേ തൊട്ട് കേൾക്കുന്നതും എല്ലാം മെഡിക്കൽ റിലേറ്റഡ് ടേംസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി എനിക്കത് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരു സാധാരണ സ്റ്റുഡൻറ്റിനേക്കാൾ ഒരു ഡോക്ടർ ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഗൈഡൻസ് തരാൻ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അങ്ങനത്തെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവരെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു പാത്ത് ചൂസ് ചെയ്യാൻ വേണ്ടി. എന്നാൽ അവരെന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല ഈ ഒരു ഇതെടുക്കുക. ഇതെൻ്റെ സോൾ ഡിസിഷനാണ്. ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ പൊതുവേ ഈ അച്ഛനമ്മമാരുടെ ഒരു സ്വഭാവമാണ് നമ്മൾ എത്ര മാർക്ക് വാങ്ങിച്ചാലും ബാക്കി ഈ പോയ മാർക്ക് എവിടെയെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ 599 മാർക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനമ്മമാരാരെങ്കിലും ചോദിച്ചാൽ ബാക്കി ഒരു മാർക്ക് എവിടെയാണ് പോയതെന്ന്? എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഇതുവരെ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ 0 മാർക്ക് വാങ്ങിച്ച പരീക്ഷകൾ കൊച്ചിലെ അപ്പോൾ പോലും അവരെന്നോട് അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എന്തടാ ഇങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടില്ല. അവർ വളരെ കളി തമാശയായിട്ടാണ് എല്ലാം ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നല്ലൊരു പൊസിഷനിലെത്തിയത്. അവർ വളരെ ലിബറൽ പേരൻസ് ആണ്. അവരുടെ പാരൻറ്റിങ്ങിൻ്റെ ഗുണമാണ് ഞാൻ ഈ പൊസിഷനിൽ നിൽക്കുന്നത് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഒരിക്കലും അവരൊരു കുറഞ്ഞ മാർക്കിനെ കുറിച്ച് പരീക്ഷ കഴിഞ്ഞിട്ട് അവരുടെ എന്നത്തെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മുമ്പാണ് വഴക്ക് പറയേണ്ടതും അല്ലെങ്കിൽ പഠിക്കാൻ പ്രേരിപ്പിക്കേണ്ടതും. പരീക്ഷ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് അവരുടെ സ്ട്രാറ്റജി. സോ അവർ ഒരിക്കലും കഴിഞ്ഞു പോയ പരീക്ഷയുടെ മാർക്ക് കുറവിനെക്കുറിച്ച് എന്നോട് ഒരിക്കലും എന്നെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് അങ്ങനെ തമാശ രീതിയിലല്ലാതെ ചോദിക്കാറേ ഇല്ല. ഈ സ്കൂളിലൊക്കെ എപ്പോഴും ഇരുന്ന് പഠിക്കുന്ന തരത്തിലുള്ള കുട്ടിയാണോ അല്ലെ പുസ്തകപ്പുഴുവാണോ? അങ്ങനെയൊക്കെ സ്കൂളിൽ നിന്ന് കേൾക്കാറുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഒരാളെ അല്ല. ഈ വർഷത്തെ ക്രിസ്മസിന് ഞങ്ങളുടെ അവിടുത്തെ ഒരു വലിയ സെലിബ്രേഷനാണ്. അവിടെ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. ഓൾറൗണ്ടർ എന്നുള്ള ഒരു പദവിയാണ് കിട്ടിയത്. ഞാൻ ഡാൻസ് കളിക്കും, ആങ്കർ ചെയ്യും. ഞാൻ സ്കൂളിൽ ഓൾറൗണ്ടർ ആയ ഒരു പദവി കിട്ടിയ ആളാണ്. സോ ഞാൻ എപ്പോഴും പഠിക്കുന്ന ആളല്ല, ഒരിക്കലുമല്ല. ക്ലാസ്സിൽ അത്യാവശ്യം അലമ്പൊക്കെ കാണിച്ച് ഇച്ചിരി സംസാരിച്ച് അങ്ങനെ എല്ലാത്തിലും ഭയങ്കര എക്സ്ട്രോവേർട്ടായ ഒരാളാണ്. എല്ലാത്തിലും പങ്കെടുത്ത് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിൻ്റെ കൂടെ എൻ്റെ പഠിത്തത്തിനെ ഞാൻ കീഴോട്ട് പോകാതെ വളരെ നന്നായി മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ റിസൾട്ട്സ് കാണിക്കുന്നത്. ഈ പരീക്ഷ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചതാണോ? ടെൻഷൻ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു, അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചില്ല. നല്ല മാർക്ക് കിട്ടുമെന്ന് എനിക്ക് 100% ഷുവർ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു 599 ഔട്ട് ഓഫ് 600 ഒരു മാർക്കിൻ്റെ വ്യത്യാസം മാത്രം അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഉറപ്പായും നല്ല മാർക്ക് കിട്ടും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സ്കൂൾ ടോപ്പർ ആവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നല്ലൊരു മാർക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.
ഡാൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഡാൻസ് കളിക്കും, ആങ്കർ ചെയ്യും, സ്കിറ്റൊക്കെ കുറച്ച് ചെയ്യാറുണ്ട്. എല്ലാത്തിലും അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ. പാട്ട് എൻ്റെ മേഖലയല്ല, എന്നാലും എനിക്ക് പാടാനും ഇഷ്ടമാണ്. പക്ഷേ ഞാനങ്ങനെ പാട്ടിലോട്ട് അധികമില്ല. ഞാൻ സഹോദയക്കൊക്കെ പോകാറുള്ളതാണ്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഡിസ്ട്രിക്ട് ലെവൽ സഹോദയ വരെ പോയിരുന്നു ഡാൻസിന്. അല്ല, എല്ലാ പ്രോഗ്രാമിനും എന്തെങ്കിലുമൊക്കെ ആങ്കറിങ് ആയാലും കഴിഞ്ഞ വർഷത്തെ ഓണം ഷോ ആങ്കർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഞങ്ങളുടെ സ്കൂളിൽ. അങ്ങനെ എല്ലാത്തിലും എന്നാൽ കഴിയുന്ന പങ്ക് ഞാൻ വഹിക്കാറുണ്ട് എൻ്റെ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും. പിന്നെ ഒരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിലും എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് എൻ്റെ പാരൻസ് എന്നെ എല്ലാത്തിലും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പാരൻസിൻ്റെയും ബന്ധുക്കളുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു റിസൾട്ട് വന്നപ്പോൾ? ഇപ്പോൾ ഇത് വന്നത് തൊട്ട് എന്നെ വിളിക്കാതെ ഇനി ആൾക്കാരില്ല. ഫുൾ ടൈം ഫോണാണ്. എല്ലാവരും വളരെയധികം സന്തോഷിച്ചാണ് ഇരിക്കുന്നത്. ഈവൻ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് പോലും വളരെയധികം സന്തോഷമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ഒരു റെസ്പോൺസ് ഞാൻ ആരുടെയും നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും വളരെയധികം സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. കൂട്ടുകാരുടെയൊക്കെ ഒരു റെസ്പോൺസ്, കൂട്ടുകാരെങ്കിലും വിളിച്ചിരുന്നോ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട്? കൂട്ടുകാരെല്ലാവരും വിളിച്ചിരുന്നു. എനിക്കിപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ എല്ലാവരെയും കുറേ പേരെയൊക്കെ വിളിച്ചിരുന്നു. ഇനിയും വിളിക്കണം. അങ്ങനെ ഇപ്പം ഒരുവിധം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നു. എല്ലാവരെയും വിളിച്ച് വരുന്നു. ഇന്ന് തന്നെ വിളിക്കണം. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്, കാരണം അത്രയും വലിയൊരു വിജയം തന്നെയാണിത്. ഇനി ഭാവിയിൽ ഒരുപാട് ഇതുപോലെ ഉള്ള വിജയങ്ങൾ ഋതികയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു അമൃത വാർത്തകളുടെ ഭാഗമായിട്ട്. താങ്ക് യു.